ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ആകാശ് മലയാളം. അപ്പോൾ നമ്മളിന്ന് NCERT ലൈൻ ചലഞ്ചേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT സ്റ്റേറ്റ്മെൻറ്റ് പറയും, അത് ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് നിങ്ങൾ പറയണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. നമുക്കറിയാം, നീറ്റിനും ജെയ്ക്കൊക്കെ വളരെ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലെ റെസൊണൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: A molecule exists for a certain fraction of time in one canonical form and for other fraction of time in other canonical forms. എന്ന് വെച്ചാൽ എന്താണ്? ഒരു മോളിക്യൂൾ, നമുക്കറിയാവുന്ന പോലെ കോൺസെപ്റ്റ് ഓഫ് റെസൊണൻസ് അനുസരിച്ച് ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് കനോണിക്കൽ ഫോംസിൻ്റെ ഒരു ഹൈബ്രിഡാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഒരു മോളിക്യൂൾ ഒരു കനോണിക്കൽ ഫോമിൽ കുറച്ച് സമയം ഇരിക്കുകയും അത് കഴിഞ്ഞിട്ട് മറ്റൊരു കനോണിക്കൽ ഫോമിൽ ബാക്കി സമയങ്ങൾ ഇരിക്കുകയും ചെയ്യുകയാണെന്നുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് സത്യത്തിൽ ഫോൾസാണ്. കാരണം നമ്മുടെ റെസൊണൻസിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു കനോണിക്കൽ ഫോമും റിയലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സത്യത്തിൽ ഈ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കനോണിക്കൽ ഫോമുകളുടെയും കൂടി ഒരു ഹൈബ്രിഡാണ്. അപ്പോൾ ഒരിക്കലും ഒരു മോളിക്യൂൾ ഒരു 5 സെക്കൻഡ്സ് 3 സെക്കൻഡ്സ് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ്സ് പോലെയുള്ള ഒരു സെർട്ടൈൻ ടൈമിൽ ഒരു ഫോമിലിരിക്കുകയും ബാക്കിയുള്ള സമയങ്ങളിൽ മറ്റ് കനോണിക്കൽ ഫോമിലേക്ക് നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യല്ല. ഈ മോളിക്യൂൾ എന്ന് പറയുന്നത് തന്നെ ഈ കനോണിക്കൽ ഫോമുകളിൽ ഒരു ഹൈബ്രിഡായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. സോ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. താങ്ക് യു.